അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് കടയിലാണുള്ളത് കേട്ടോ. അപ്പോൾ കടയിലെ വർക്കൊക്കെ ആയിട്ട് നമ്മളെ കുഞ്ഞാവുണ്ട്. കുഞ്ഞാവ് അതാ അവിടെ പുറത്തിരുന്ന് കളിക്കുന്നുണ്ട്. റെനു അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഡെയിലി ലൈഫാണ്. കുറച്ച് കളിക്കണ കട്ടൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് ടേബിളിൽ കളിക്കുകയാണ്. സനമോളെ അംഗൻവാടിയിൽ ഞാൻ കൊണ്ടാക്കിയത്. അപ്പോൾ പുറത്ത് ഒരു ടേബിളുണ്ട്. ആ ടേബിളിൻ്റെ മുകളിൽ ഇരുന്ന് കളിക്കുകയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ആളൊന്നുമില്ല. ഒരു 11 മണി കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവില്ല. ഇവിടെ കടയിലൊന്നും ആളില്ല. ഒരു ഒഴിഞ്ഞ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനതായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മൂഡിലൊക്കെ ആണെങ്കിൽ അതൊക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവൾക്ക് ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് നാട്ടിൽ പോയപ്പോൾ വെയിലും മഴയൊക്കെ കൊണ്ടിട്ട് ജലദോഷം പിടിച്ചിട്ടുണ്ട് ആൾക്ക്. പിന്നെ പനിയൊക്കെ അങ്ങനെ മാറി ഒന്ന് ഇതായി വരുന്നേ ഉള്ളൂ. ഇതും ചെറിയതായിട്ടൊരു മഴച്ചാറിലൊക്കെ ഉള്ള ദിവസമാണിന്ന്. അപ്പോൾ എല്ലാവരും ഇവിടെ ആരുമില്ല. അപ്പം ഞാൻ ചെറിയൊരു കുഞ്ഞു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ചെറിയ ഒരു കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ തുടങ്ങിയേക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ക്ലീനിങ് കാര്യങ്ങൾ അടിച്ചു വാരാണ്ട്, തുടക്കാണ്ട്, ഇവിടെയൊക്കെ കഴുകാണ്ട്, ക്ലീൻ ചെയ്യാണ്ട് കുറേ പണികളുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞാണ് വീട്ടിലത്തെ വർക്കുകൾ. പിന്നെ ഫുഡ് ഇപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഉണ്ടാക്കാറില്ല. അങ്ങനെ ഗ്യാസൊന്നുമില്ല. ഗ്യാസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകും. മോനൂസ് കുറേ ഇങ്ങോട്ടൊക്കെ വാരിയിടും, പിന്നെ ഡബയിലോട്ടിടും. സനമോള് പോയി കഴിഞ്ഞാൽ അവന് വല്ലാത്തൊരിതാണ്. അവനാണെങ്കിൽ അംഗനവാടി കൊണ്ടുപോയി ആക്കാനും ആയിട്ടില്ല. 2.5 വയസ്സാവുന്നതേ ഉള്ളൂ. മോനെ കടയിൽ ഇരുത്തല്ല, എന്ത് ചെയ്യുക. ചിലർ പറയും കുട്ടികളൊക്കെ ആയിട്ട് കടയിലേക്ക് തന്നെ. പിന്നെ നമുക്ക് ജീവിതം മുന്നോട്ട് പോകണ്ടേ. കുട്ടീനെ കടയിൽ ഇരുത്താന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരിട്ടോ. അല്ലാത്തവർക്ക് കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളായിട്ട് കളിച്ച് ചിരിച്ച് ആളുകൾ പല വിധമല്ലേ. എന്താവും ജീവിച്ച് പോയാലേ പറ്റുള്ളൂ. അപ്പോൾ ഇതാ നമുക്ക് ഇവിടെയൊക്കെ കഴുകി ക്ലീനാക്കാണ്ട് ഇതൊക്കെ എടുത്ത് വെച്ച് ഇതൊക്കെ കഴുകി എല്ലാം അങ്ങോട്ട് അകത്തോട്ട് കയറ്റി വെക്കണം. അപ്പോൾ വീഡിയോ എടുക്കുന്നതിന് മുന്നേ കുറച്ച് നേരം ഞാൻ ഫോണൊക്കെ അവിടെ സൈഡാക്കി വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ജോലികളിലേക്ക് കടക്കാൻ പോവാണ്. ആദ്യം കുറച്ച് ബാലൻസ് മൈദ ഒക്കെ ഉണ്ട്. പൂരി ഉണ്ടാക്കലുണ്ട്. അപ്പോൾ പൂരിയുടെ റവ ഇതൊക്കെ. അപ്പോൾ അതൊക്കെ അവിടെ കൊണ്ടൊക്കട്ടെ കേട്ടോ. അവിടെ ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാൻ ഓഫ് ചെയ്യട്ടെ. അപ്പോൾ അത് മറന്നു പോയാൽ ഫാൻ ഓഫ് ചെയ്താൽ ഞാൻ. അതാണ് പൊറോട്ട പാത്രം. എടുത്ത് വെക്കട്ടെ. ഇനി ഗ്യാസിൻ്റെ കുറ്റി പൊറോട്ട കത്തി. അപ്പോൾ അതെടുത്ത് വെക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ അവിടുന്ന് സമാവർ ഒക്കെ എടുത്തൊക്കെ ഉണ്ട്.
ഗ്ലാസ്സുകളൊക്കെ കഴുകി വെക്കാനുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഇതൊക്കെ അങ്ങോട്ട് എടുത്ത് വെക്കണം. നമ്മളുടെ ജീവിതം ഇതൊക്കെ തന്നെയാണല്ലേ. ഞാൻ അങ്ങോട്ട് ഇനി ഇടക്ക് ഇങ്ങോട്ട് ശ്രദ്ധിക്കണ്ട. അപ്പം ഞാനൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയതാണ്. ഫോണ് പിന്നെ ആ സൈഡ് വെക്കാൻ സ്ഥലമില്ല. ഗ്ലാസ് ഞാൻ സോപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് അങ്ങോട്ട് കയറ്റി വെക്കട്ടെ. ഇനിയിപ്പോൾ പിന്നെ പഞ്ചസാര, ചായപ്പൊടി ഇതൊക്കെ ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്ത് വെക്കണം കേട്ടോ. ചായപ്പൊടി ഡബൻ്റെ അടപ്പ് അൽമാരുടെ ഉള്ളിലായിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് തുറന്നിട്ട് എടുത്തു. അപ്പോൾ പഞ്ചസാരയിൽ ഉറുമ്പ് വരുന്നതിന് ഒരു പ്ലേറ്റിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലാണ് ഇറക്കി വെക്കൽ. അപ്പോൾ ആ പ്ലേറ്റാണ് കേട്ടോ ഞാൻ എടുത്ത് വെക്കണത്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ വീഡിയോ എത്ര ലെങ്തായി എന്ന് വന്ന് നോക്കിയതാണ്. എത്ര മിനിറ്റായി എന്ന് ഇങ്ങനെ കാണിക്കും കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് നോക്കിയതാണ്. പെട്ടെന്ന് ലെങ്ത് കൂടും. അപ്പോൾ പിന്നെ അവിടെ റെന്നുമോനെ ഇവിടുന്ന് മിഠായി ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ റോഡ് അളവെടുക്കുക, ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് 2-3 പേര് വന്നിട്ടുണ്ട്. എന്തോ ആണെന്ന് തോന്നുന്നു. ഇനി രാവിലെ ഞാൻ അത് എടുത്ത് വെച്ച വീഡിയോ കേട്ടോ. സനമോളെ അംഗനവാടിക്ക് കൊണ്ടാക്കണതിന് മുന്നേ. അപ്പോൾ ആ വീഡിയോ അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് എടുത്ത് വെച്ച വീഡിയോ ആണ്. നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ രാവിലെ. മഴ പെയ്തപ്പോൾ അവർ ക്യാമറ ഒക്കെ ഇങ്ങോട്ട് എടുത്ത് വെച്ച് ഇവിടെ വന്ന് മഴയൊക്കെ തോരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കാൻ കേട്ടോ. ഒരു റോഡിലായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഒരു വെള്ളമുള്ള നല്ലൊരു മഴ പെയ്തു. മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ കാണാൻ കൊതിയാവൂലേ. അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോട്ടെ. വെയിലായി കഴിഞ്ഞാൽ വല്ലാത്ത ചൂട്, സഹിക്കാൻ വയ്യാത്ത ചൂടാണല്ലേ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. പല സമയത്തും പല കുട്ടികൾക്ക് മിഠായിയൊക്കെ മേടിച്ചെടുത്തിട്ടുണ്ട്.
ആ നോക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചുമോനും ഉമ്മമാനായിട്ടുള്ള ശിങ്കാരത്തിലാണ്. ബക്കറ്റിലായിരിക്കണത് മഴവെള്ളം പിടിച്ച് വെച്ചിരിക്കുകയാണ് മക്കളെ. ചിലപ്പോൾ അതിൽ നിന്നെടുത്ത് കൊടുക്കുകയും ചെയ്യും, പറഞ്ഞാൽ കേൾക്കില്ല. ഇവിടുന്ന് കൊണ്ടുവച്ച വെള്ളം എടുത്ത് കൊടുത്താൽ അതങ്ങ് ഒഴിക്കും. അതിലെന്തോ ഒഴിച്ചിക്കണെന്നും പറഞ്ഞിട്ട് അതിൻ്റെ പണിയാണ്. ബക്കറ്റിൽ മഴവെള്ളം പിടിച്ച് വെച്ചിരിക്കുകയാണ്. പറഞ്ഞാ ചിരിയാ. സ്കൂള് വിട്ടിക്കണ കുട്ടികൾ എല്ലാം പോയിട്ടില്ല. നേരത്തേക്കാണ് ഞാൻ വന്നത്. 4 മണിയായിട്ടാ ഞാൻ വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ സ്കൂൾ വണ്ടിയാണ് പോകുന്നത്. സ്കൂൾ കുട്ടികളെ എടുത്തിട്ട് സ്കൂൾ വിട്ടിട്ടുണ്ട് കേട്ടോ. മോളെ അംഗൻവാടിയിൽ കൊടുന്ന് സ്കൂൾ വിടുന്ന തന്നെ ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടോ. ഇവിടെ ആളാണ് അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ഇറങ്ങിപ്പോയെന്നുള്ള അറിയൂല. ഉമ്മത്താണ് ഇരിക്കണതും. റെന്നാനും ഉമ്മമാനായിട്ടുള്ള ശൃംഗാരത്തിലാണ്. അപ്പോൾ റെന്നാനോട് ഉമ്മമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്. മിഠായി വേണ, അവിടുന്ന് മിഠായി മേടിക്കുക, ആരാ മിഠായി കൊടുന്നേരിക, ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ അല്ലേ. മിഠായി വേണോ? മിഠായി വേണോ? എവിടെ കട? എവിടെ? മഴവെള്ളം എടുത്തിട്ടാണ്, ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് കുട്ടിക്ക് വെള്ളം കൊടുക്കരുത് കാണുന്നത്. ഇതാണ് അവസ്ഥ. ഉമ്മാൻ്റെ അടുത്തൊന്നും കുട്ടികളാക്കിയിട്ട് പോകാനൊന്നും കഴിയില്ല. അപ്പോൾ ആരോ ഒരാൾ പിന്നെ കടയിൽ കുട്ടികൾ കൊടുന്നിട്ട് ശരിയല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ എന്താ ചെയ്യുക എൻ്റെ മക്കളെ. അമ്മാൻ്റെ അടുത്തൊന്നും ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ തീരെ ആക്കി പോകാൻ കഴിയില്ല. ഉമ്മ ആ കാണുന്ന വീട്ടിൽ ഒക്കെ ഇങ്ങനെ പോയിരിക്കുകയാണ്. പിന്നെ അവിടെ പോയിരിക്കണമെന്ന് കുറഞ്ഞിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് എന്താ അറിയില്ല. അതിൻ്റെ റെന്നു ഉമ്മാനോട് എന്തൊക്കെയോ ചോദിക്കണ്ട്. അതെന്താ ഇതെന്താ അതെവിടെ പുതപ്പ് എവിടെ എന്നൊക്കെ ചോദിക്കണ്ട്. ഇവിടെ ഇരുന്നോ അറിയണ്ട് ഉമ്മ. എൻ്റെ ബാഗും സഞ്ചിയൊക്കെയാണ് ഇരിക്കുന്നത്. ചോറ് ഇന്നലെ രാത്രി ചോറ് കൊടുത്ത പ്ലേറ്റാണ് അവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ വൈകിട്ട് വരുമ്പോൾ ചോറ് കൊണ്ടുവരും. ചോറ് അവിടെ കടയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഓരോ ടൈമിൽ ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ ചോറ് കഴിക്കില്ല, ഒഴിവാക്കും. നല്ലോണം വിശപ്പുണ്ടെങ്കിൽ പിന്നെ ചോറ്. അപ്പം എൻ്റെ മോനോട് അവിടെ ഇരുന്ന് അറിയാം. അപ്പം മോൻ അവിടെ പൊടിയൊക്കെ തട്ടാണ്. ഇവിടെ ഇരുന്നോ ഒന്ന് ഇവിടെ ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു സൈലൻറ്റ് മൂഡാണ്, അതുകൊണ്ട് പിന്നെ വല്ലാണ്ട് സംസാരമില്ല. ചില സമയത്ത് അങ്ങ് നല്ലോണം സംസാരിക്കും. അപ്പം ഉമ്മമാക്ക് പൊടിയൊക്കെ തട്ടി കൊടുക്കുകയാണ്. അപ്പം